തിരുവനന്തപുരം മേയർ KSRTC ബസ് തടഞ്ഞ സംഭവത്തിൽ ഡ്രൈവർ യദുവിൻ്റെ ഹർജിയിൽ കേസെടുക്കാൻ നിർദ്ദേശം. FIR ഇട്ട കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. യദുവിൻ്റെ പരാതി പോലീസിന് കൈമാറി. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് തീരുമാനം. വിവരങ്ങൾ നൽകാൻ MK വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, ഒടുവിൽ യദുവിൻ്റെ പരാതിയിൽ കേസെടുക്കാൻ കോടതിക്ക് നേരിട്ട് പറയേണ്ടി വന്നു അല്ലേ? അതെ, തീർച്ചയായും ഇക്കാര്യത്തിൽ യദു നേരിട്ട് പോലീസിൽ പരാതി നൽകിയതാണ്. ഇതുവരെയും ആ കേസെടുക്കാൻ തയ്യാറായിരുന്നില്ല. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു വിധി കോടതി നൽകിയിരിക്കുന്നു. തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് പറഞ്ഞിട്ടുള്ളത്, യദു നൽകിയ പരാതിയിൽ കേസെടുക്കാൻ കന്റോൺമെന്റ് പോലീസിനോട് തന്നെ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മേയർ ആര്യ രാജേന്ദ്രൻ, അതുപോലെ തന്നെ ഭർത്താവായിട്ടുള്ള MLA സച്ചിൻ ദേവ്, മേയറുടെ സഹോദരൻ്റെ ഭാര്യ എന്നീ 4 പേർക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന വ്യക്തമായ നിർദ്ദേശമാണ് തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നൽകുന്നത്. പോലീസ് മടിച്ചു നിന്ന ഒരു കേസിലാണ് കോടതി ഇടപെടേണ്ടി വരുന്നത്. യദു ഇക്കാര്യത്തിൽ പോലീസിന് നൽകിയ പരാതി സ്വീകരിക്കാതെ വന്നപ്പോഴാണ് യദു നേരിട്ട് കോടതിയെ തന്നെ സമീപിക്കുന്നത്. അങ്ങനെയാണ് കോടതി ഇതിന്മേൽ വളരെ നിർണായകമായ ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു വിധി നൽകിയിരിക്കുന്നത്. കന്റോൺമെന്റ് പോലീസിനോട് തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നു. മേയർക്കും ഭർത്താവായ MLAയ്ക്കും അതുപോലെ തന്നെ മേയറുടെ സഹോദരനും സഹോദരൻ്റെ ഭാര്യയ്ക്കുമെതിരെ കേസെടുക്കണമെന്നുള്ള വളരെ നിർണായകമായ നിർദ്ദേശമാണ് തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നൽകിയിട്ടുള്ളത്. ഈ കോടതിയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തായാലും മേയർ ആര്യ രാജേന്ദ്രൻ, ഭർത്താവ് MLA ആയിട്ടുള്ള സച്ചിൻ ദേവ്, അതേപോലെ തന്നെ മേയറുടെ സഹോദരൻ്റെ ഭാര്യ എന്നിവർക്കെതിരെ പോലീസിന് കേസെടുത്തേ മതിയാകുകയുള്ളൂ. യദുവിനെതിരെ ഉള്ള പരാതി മേയർ നേരത്തെ നൽകിയിരുന്നു. ഡ്രൈവർ വളരെ മോശമായ നിലയിൽ ആംഗ്യചേഷ്ടകൾ കാണിച്ചു തുടങ്ങിയ പരാതികളൊക്കെ തന്നെ ഡ്രൈവർക്കെതിരെ മേയർ നൽകിയിരുന്നു. അതിന്മേൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സമാനമായ നിലയിൽ യദു നൽകിയ പരാതിയിന്മേലും കേസെടുക്കണം എന്നുള്ള നിർദ്ദേശം കോടതി നൽകിയതോടുകൂടി ഈ കേസും പോലീസിന് അന്വേഷിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. നിഖിൽ, തിരുവനന്തപുരം മേയർ KSRTC ബസ് തടഞ്ഞ സംഭവത്തിൽ ഡ്രൈവർ യദുവിൻ്റെ ഹർജിയിൽ കേസെടുക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു. FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. യദുവിൻ്റെ പരാതി പോലീസിന് കൈമാറിയിട്ടുണ്ട്. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് തീരുമാനം. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും MK വിനോദ്.